ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് മറ്റൊരു യാത്രയാണ്. ഞാനും വിഷ്ണു ചേട്ടനും കൂടി ഇപ്പോൾ കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം പോയതാണ്. കോട്ടയത്തുള്ള നാലമ്പലം ദർശനത്തിനാണ് പോയത്. അതിൻ്റെ ചെറിയൊരു ഒരുപാട് വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. ഒരുപാട് നാളായി വീഡിയോസൊക്കെ ചാനലിൽ ഇട്ടിട്ട്. അപ്പോൾ ഈ എടുത്ത കുറഞ്ഞ വീഡിയോസ് വെച്ച് ചെറിയൊരു വീഡിയോ ഇടാന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ കാറിലാണ് പോയത്. ആദ്യം ഞങ്ങൾ പോകുന്ന വഴിക്ക് കൊട്ടാരക്കര ഗണപതി കോവിലിറങ്ങി. ഏകദേശം രാവിലെ ഒരു 4 മണിയോടെയാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചത്. അപ്പം ഒരു ദിവസം കൊണ്ട് പോയി വരാനുള്ള ടൈം ആയതുകൊണ്ടാണ് കോട്ടയത്തെ നാലമ്പലം തിരഞ്ഞെടുത്തത്. ഇതിനു മുന്നേ അവിടെ പോയിട്ടുമില്ല. തൃശ്ശൂരുള്ള നാലമ്പലത്തിലാണ് നമ്മൾ ഇതിനു മുന്നേ തൃപ്പയാറും കൂടൽമാണിക്യമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ രാമപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടുത്തെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ 4 അമ്പലങ്ങളും അടുത്തടുത്താണുള്ളത്. നമുക്ക് വേഗം ഏകദേശം 2 മണിക്കൂർ വേണ്ട. ഞങ്ങൾ പോയത് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ 2 മണിക്കൂറിനകത്ത് പോയി തൊഴുത് തിരിച്ച് നമ്മൾ ശ്രീരാമൻ്റെ അമ്പലത്തിൽ വന്ന് തൊഴുതും കൂടെ ഇറങ്ങാൻ സാധിച്ചു. അങ്ങനെ തൊഴുമ്പോഴാണ് ആ നാലമ്പല ദർശനം പൂർത്തിയാവുന്നതെന്നാണ് അവിടുത്തെ ഒരു പോറ്റി പറഞ്ഞത്. തൃശ്ശൂരൊക്കെ ഞങ്ങൾ ഇതിനു മുന്നേ പോയിട്ടുണ്ടെങ്കിലും തിരിച്ച് വീണ്ടും തൃപ്പയാർ വന്ന് തൊഴാനുള്ളൊരു അവസരം. കാരണം ഞങ്ങൾ ആ യാത്ര അവിടെ ഇച്ചിരി ദൂരമുണ്ട്. ഇവിടെയാണെങ്കിൽ 4 അമ്പലവും അടുത്തടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തൊഴാൻ സാധിച്ചു. അപ്പോൾ ആദ്യം രാമപുരത്ത് വന്നു ശ്രീരാമനെ തൊഴുതിട്ട് അവിടെ നമ്മൾ ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് അടുത്ത് പോയത്. അതോടെ അടുത്താണ്. ഒരു 10 മിനിറ്റ് പോലും ഡ്രൈവ് അവിടെ നിന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് അമനക്കര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം, അത് കഴിഞ്ഞ് മേത്തിരി ശ്രീ ശത്രുഘ്ന സ്വാമി ക്ഷേത്രം, 4ഇടത്തും തൊഴുത് തിരിച്ച് ഞങ്ങളൊരു 10:30 ആയപ്പോൾ തന്നെ വീണ്ടും അവിടെ രാമപുരത്ത് ശ്രീരാമൻ്റെ അവിടെ അമ്പലത്തിൽ വന്ന് തൊഴുതു. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങൾ കാപ്പി കുടിച്ചത്. അത് കഴിഞ്ഞാണ് ഞങ്ങളപ്പോൾ വിചാരിച്ചത് എപ്പോഴും ഇപ്പോൾ റീൽസിൽ കാണുന്ന അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രം, അതിൻ്റെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇപ്പം റീൽസിൽ ഹിറ്റാണ് ആ സ്ഥലം. എന്തായാലും നല്ലൊരു സ്ഥലമായിരുന്നു അമ്പലത്തിന്. ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ. ഞങ്ങളും അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ തിരിച്ച് വഴി മലരിക്കൽ അമ്പൽപ്പാടത്തിലും ഇറങ്ങി. അമ്പലമൊന്നും ഉച്ച സമയമായതുകൊണ്ട് തന്നെ വിരിഞ്ഞു നിൽപ്പില്ല. എങ്കിലും അന്നൊരു മഴയുടെ അന്തരീക്ഷം ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ നിൽക്കാനും നല്ലൊരു കാറ്റുണ്ടായിരുന്നു. കാരണം വെയിൽ കുറവായിരുന്നു. നല്ലൊരു യാത്ര. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനും വിഷ്ണു ചേട്ടനും മാത്രമായിട്ടൊരു യാത്ര പോയത്. എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു ആ യാത്ര. ആലപ്പുഴയിൽ ഞങ്ങൾ ഫുഡും കഴിച്ചിട്ട് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു. ഏകദേശം രാത്രി ഒരു 11 മണിയോടെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ മറ്റൊരു യാത്രയുടെ വിശേഷമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.